പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ രക്തം തേടിയുള്ള നമ്മുടെ ഓട്ടം എപ്പോഴും രക്തബാങ്കുകളിലേക്കാണ്. മിക്കവാറും രക്തബാങ്കുകളിൽ ആവശ്യത്തിന് സ്റ്റോക്കും ഉണ്ടാകുകയില്ല. രക്തബാങ്കുകളിൽ എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട രക്തവും ലഭ്യമാകണമെങ്കിൽ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. സന്നദ്ധ രക്തദാനത്തിലൂടെ ശേഖരിക്കുന്ന രക്തം പരമാവധി 42 ദിവസം മാത്രമേ ലബോറട്ടറികളിൽ സൂക്ഷിക്കാൻ സാധിക്കൂ. അതിനാൽ രക്തബാങ്കുകളിലേക്ക് ആവശ്യമായ രക്തം ലഭിക്കേണ്ടത് ഒരു തുടർ പ്രക്രിയയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ രക്തം ആവശ്യമായി വരുമ്പോഴും രക്തം ദാനം ചെയ്യാൻ താല്പര്യപ്പെടുമ്പോഴും കേരള പോലീസ് പൊതുജനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സേവനത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനായ പോൾ ആപ്പിനെ കുറിച്ച് നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാകും. കേരള പോലീസിന്റെ 30ഓളം സേവനങ്ങളാണ് പോൾ ആപ്പിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പോൾ ആപ്പിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സുപ്രധാന സേവനമാണ് പോൾ ബ്ലഡ്. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ രക്തം ആവശ്യമായി വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാ രക്തം ദാനം ചെയ്യാൻ തയ്യാറാണെങ്കിലോ പോൾ ബ്ലഡ് സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് പോൾ ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ രക്തം ദാനം ചെയ്യാൻ സന്നദ്ധനായ ഒരാളാണെങ്കിൽ പോൾ ആപ്പിൽ സർവീസസ് എന്ന ഭാഗത്ത് കാണുന്ന ബ്ലഡ് ഡോണർ രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക. രക്തം ദാനം ചെയ്യാനുള്ള നിങ്ങളുടെ സന്നദ്ധത അറിയിക്കുകയും രക്തം ദാനം ചെയ്യുന്നതിനുള്ള യോഗ്യത താങ്കൾക്കുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് ചെയ്തതിനു ശേഷം അഗ്രി ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു രജിസ്ട്രേഷൻ ഫോം തെളിയുന്നതാണ്. നിങ്ങളുടെ പേര്, ബ്ലഡ് ഗ്രൂപ്പ്, മൊബൈൽ ഫോൺ നമ്പർ, അവസാനമായി രക്തം ദാനം ചെയ്ത ദിവസം എന്നിവ രേഖപ്പെടുത്തണം. ഇനി നിങ്ങൾക്ക് രക്തം ദാനം ചെയ്യുന്നതിന് താല്പര്യമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. ഇതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന അക്കങ്ങൾ കൂട്ടിനോക്കി നിർദ്ദിഷ്ട സ്ഥലത്ത് എൻ്റർ ചെയ്യുക. ഫോറം സബ്മിറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ പേരും വിശദാംശങ്ങളും രക്തദാന സന്നദ്ധത ഡയറക്ടറിയിൽ ചേർക്കപ്പെടുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്ലഡ് ബാങ്കിലോ ആശുപത്രിയിലോ രക്തം ദാനം ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ രക്തം ആവശ്യമായി വരികയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. അതിനായി ബ്ലഡ് റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ മൊബൈലിൽ തെളിയുന്ന ഫോറത്തിൽ ആവശ്യമുള്ള ബ്ലഡ് ഗ്രൂപ്പ്, എത്ര യൂണിറ്റ് രക്തമാണ് ആവശ്യമുള്ളത്, ആവശ്യമുള്ള ദിവസവും തീയതിയും, രക്തം ആവശ്യമുള്ള സ്ഥലം, ആശുപത്രി, ബ്ലഡ് ബാങ്ക് തുടങ്ങിയവ എൻ്റർ ചെയ്യണം. ഇതിനുശേഷം താഴെ പറയുന്ന അക്കങ്ങൾ കൂട്ടിനോക്കി നിർദ്ദിഷ്ട സ്ഥലത്ത് എൻ്റർ ചെയ്യുക. ഫോറം സബ്മിറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ പേരും വിശദാംശങ്ങളും രക്തം ആവശ്യമുള്ളവരുടെ ഡയറക്ടറിയിൽ ചേർക്കപ്പെടുകയും രക്തം ലഭ്യമാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ രക്തദാതാവിനെയും രക്തം ആവശ്യമുള്ളവരെയും ബന്ധപ്പെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പോൾ ബ്ലഡ്. പോൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ രക്തദാതാക്കളെയും രക്തം ആവശ്യമുള്ളവരെയും പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും രക്തലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സഹകരണത്തോടു കൂടിയാണ് കേരള പോലീസ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. ഓർക്കുക, സർക്കാർ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന രക്തബാങ്കുകളിലോ രക്തദാന ക്യാമ്പുകളിലോ എത്തി അസുഖബാധിതരല്ലാത്ത ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാം. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു പോലീസ് സേന രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഔദ്യോഗിക മൊബൈൽ ആപ്പ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അക്കാര്യത്തിലും നമ്മുടെ കേരള പോലീസാണ് ഒന്നാമത്. കാവലിനൊപ്പം കരുതലും എന്ന ആശയം മുൻനിർത്തി പൊതുജന സേവനാർത്ഥം നടപ്പിലാക്കിയിട്ടുള്ള കേരള പോലീസിന്റെ ഈ ജനകീയ സംവിധാനത്തിന് ഒപ്പം ചേരുവാൻ നിങ്ങളെയും കേരള പോലീസ് ക്ഷണിക്കുന്നു.